ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നെയ്ബറിംഗ് രാജ്യമായിട്ടുള്ള ചൈനയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പല രാജ്യങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ചൈനയുടെ ഫ്യൂച്ചർ അംബീഷൻസ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തുടങ്ങുന്നത് തായ്വാനിൽ നിന്നാണ്. 2035 2040 കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർണായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ ലഡാക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അത് ചൈനയുടെ ഭാഗമാക്കുവാൻ വേണ്ടി ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ സമയത്ത് ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം. അപ്പം ചൈനയുടെ 6 വാസ് പ്ലാനാണ്. എന്ന് വെച്ചാൽ ആറ് യുദ്ധങ്ങൾ ചൈന ഭാവിയിൽ, എന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് 2027 28 മുതൽ അങ്ങോട്ട് 2050 2060 കാലഘട്ടം വരെ, ഏകദേശം 2055 2060 എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വർഷങ്ങൾ ഇനിയുണ്ട്. 10-30 വർഷത്തോളം, അല്ലെങ്കിൽ ഇന്ന് 2026 34 വർഷം എന്ന് പറയുമ്പോൾ ജിയോ പൊളിറ്റിക്സിൽ അതത്ര എന്താണ് ഒരു വലിയൊരു ടൈം ഗ്യാപ്പ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ കാലയളവിൽ തായ്വാനിൽ തുടങ്ങി റഷ്യ വരെ പല കാലഘട്ടങ്ങളിലായിട്ട് ഈ ഒരു പറഞ്ഞ 2-3 ദശാബ്ദ അല്ലെങ്കിൽ 3-3.5 ദശാബ്ദ കാലത്തിനുള്ളിൽ ചൈന റഷ്യ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുവാനും നമ്മളുടെ ഭൂപ്രദേശങ്ങളൊക്കെ തന്നെ ചൈനയുടെ ഭാഗമാക്കി മാറ്റുവാനും, അങ്ങനെ ചൈന വലിയൊരു റീജിയണലായിട്ടുള്ള എക്സ്പാൻഷൻ നടത്തുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് പല റിപ്പോർട്ടുകൾ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ 6 യുദ്ധങ്ങൾ, ചൈനയുടെ ഈ 6 യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് തായ്വാൻ്റെ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്, ബെയ്ജിങ് തായ്വാനെ സ്വന്തമാക്കുകയാണെങ്കിൽ, പിടിച്ചടക്കുകയാണെങ്കിൽ അടുത്തത്, കാരണം അതുകൊണ്ടൊന്നും ബെയ്ജിങ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ, അതുകൊണ്ടുള്ള തായ്വാനെ അവർ സ്വന്തമാക്കുക എന്ന് വെച്ചാൽ പിടിച്ചടക്കുക, ഇൻവൈഡ് ചെയ്ത് ചൈനയുടെ സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും തീരുന്നില്ല. വീണ്ടും മറ്റു പല രാജ്യങ്ങൾക്കെതിരെയും ചൈന യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ ചൈനയുടെ ഭാഗമാക്കി മാറ്റുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തായ്വാന്റെ പ്രസിഡന്റായിട്ടുള്ള ലെയ്ഷിങ് പറയുന്നത്. അതായത് ജപ്പാൻ, ഫിലിപ്പീൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കും ചൈനയുടെ അടുത്ത ടാർഗറ്റ്സ് തായ്വാൻ കഴിഞ്ഞാൽ എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു പത്രസമ്മേളനത്തിൽ തായ്വാന്റെ പ്രസിഡന്റ് പറഞ്ഞാണ്. തായ്വാൻ, നമുക്കറിയാം, അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് പോലെ തന്നെ വൻതോതിലുള്ള ആയുധ സഹായങ്ങൾ തായ്വാന് നൽകുന്നുണ്ട്. വളരെ ചെറിയൊരു രാജ്യമാണ്. ചൈന പറയുന്നത് തായ്വാൻ ചൈനയുടെ സ്വന്തമാണെന്നാണ് പറയുന്നത്. പക്ഷേ വളരെ കാലമായിട്ട് ഈ തായ്വാൻ എന്ന് പറയുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഫ്രിക്ഷൻ, US-ഉം ചൈനയും തമ്മിലുള്ള എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് ഒരു സോണായിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്, ചൈനയായിട്ടുള്ള യുദ്ധം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ചൈനയ്ക്ക് യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ടാണ് തായ്വാൻ നിലനിൽക്കുന്നത്. അപ്പോൾ തായ്വാൻ എല്ലാ മിലിറ്ററി ഹെൽപ്പ് നൽകുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തായ്വാന് വളരെയധികം ആശങ്കയുണ്ട്. കാരണം ചൈന ഏത് സമയത്തും തായ്വാനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചടക്കുകയോ ചെയ്യാം എന്നുള്ളൊരു ആശങ്ക തായ്വാന് ഉണ്ട്. അമേരിക്ക തായ്വാന്റെ ഹെൽപ്പിന് വരുമോ ഇല്ലയോ എന്നുള്ളത് യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അമേരിക്ക തായ്വാൻ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ചെറിയൊരു രാജ്യമാണ്. ചൈന അതിനേക്കാൾ എത്രയോ 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 മടങ്ങ് വലുപ്പമുള്ള രാജ്യമാണ്. അപ്പോൾ തായ്വാൻ ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ സംശയമാണല്ലേ. നമുക്ക് എത്രത്തോളം അത് മുന്നോട്ട് അവർക്ക് യുദ്ധം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം തായ്വാന്റെ പ്രസിഡന്റ് പറയുന്നത്, തായ്വാനെ അവർ പിടിച്ചടക്കുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും ചൈന സംതൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥയല്ല. മറ്റു രാജ്യങ്ങൾക്കെതിരെ വീണ്ടും തിരിയാനുള്ള, അതിനുശേഷം ജപ്പാന്, ഫിലിപ്പീൻസ്, അതുപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഈ വിയറ്റ്നാം, ഇതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ തന്നെ ചൈന പിന്നീട് അവരുടെ ശ്രദ്ധ തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് അവസാനം അമേരിക്ക, യൂറോപ്പ് വരെയൊക്കെ നീണ്ടുപോകാൻ
ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മീൻസ് തായ്വാന്റെ പ്രസിഡന്റ് പറയുന്നത്. കഴിഞ്ഞ വർഷം ജപ്പാന്റെ പ്രസിഡന്റ് ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഒരു സ്ത്രീയാണ് അവിടെ അധികാരത്തിൽ വന്നത്. അവര് ഒരു വളരെ ചൈനയ്ക്കെതിരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. എന്നുവെച്ചാൽ ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജപ്പാൻ അതിൽ സൈനികപരമായിട്ട് ഇടപെടും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസും ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള പ്രസ്താവന മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് തായ്വാനെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസും യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഇനവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറുമെന്ന്. അപ്പൊ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ജപ്പാൻ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇതെല്ലാം അമേരിക്കയുടെ സാറ്റലൈറ്റ് രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാം തന്നെ ചൈനയ്ക്കെതിരെ ഒത്തൊരുമിക്കുകയോ തായ്വാനെ ചൈന ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. ഇപ്പം നമുക്ക് കൃത്യമായിട്ട്, പക്ഷേ ചൈന ഈ രാജ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശും ലഡാക്കും ഒക്കെ തന്നെ ചൈനയുടെ ഒരു എന്താണ് പറയുന്നത് ലക്ഷ്യം വെക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. പിന്നെ റഷ്യയുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. റഷ്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ ഉള്ള ബന്ധങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് മാരേജ് ഓഫ് കൺവീനിയൻസ്, തൽക്കാലത്തെ ഒരു സൗകര്യത്തിന് വേണ്ടി ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും തന്ത്രങ്ങളും ഒക്കെ എതിർക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉള്ളൊരു താൽക്കാലിക ഇടപാട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാവിയിൽ ചൈന റഷ്യക്കെതിരെയും തിരിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2021 ചൈനയിലെ ഒരു വെബ്സൈറ്റ് ആയിട്ടുള്ള ഷോഹൂല് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലേഖനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചൈന ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടാവുകയും ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ടെറിട്ടറീസ് പിടിച്ചിട്ട് ചൈന അതിന് പകരം വീട്ടും എന്നൊക്കെയുള്ളൊരു തരത്തിലുള്ളൊരു ലേഖനമായിരുന്നു ഈ പറഞ്ഞ വെബ്സൈറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ ഒഫീഷ്യൽസ് ഒക്കെ പറഞ്ഞല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് അവർ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അംബീഷൻ ചൈനയ്ക്കില്ല. കാരണം റീജിയണൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അവരുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ മറ്റു രാജ്യങ്ങളെ പിടിച്ചടക്കി അവരെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള അവരുടെ ലക്ഷ്യമല്ല, അല്ലെങ്കിൽ അവരുടെ അംബീഷൻ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളെല്ലാം തന്നെ മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനെ ചൈനയുടെ ഈ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റാൻഡിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തായ്വാൻ ആയിരിക്കും. തായ്വാൻ കഴിഞ്ഞായിരിക്കും മറ്റു രാജ്യങ്ങൾക്കെതിരെ ചൈന തിരിയാനുള്ള സാധ്യത. അപ്പൊ ചൈന പറയുന്നത് തായ്വാൻ ചൈനയുടെയാണ് എന്നാണ് ചൈനയുടെ പക്ഷം. തായ്വാൻ പൂർണ്ണമായിട്ട് ഇതുവരെ അതിനോട് യോജിക്കുന്നില്ല. ചൈനയായിട്ട് മെർജ് ചെയ്യാനോ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗമായി മാറാനോ തായ്വാനെതിരെ യൂണിലായിട്ടുള്ള ഏകപക്ഷീയമായിട്ട് തീരുമാനം നടന്നിട്ടില്ല. പക്ഷെ ചൈന ഇന്നല്ലെങ്കിൽ നാളെ തായ്വാനെ ചൈനയുടെ ഭാഗമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് യുദ്ധത്തിൽ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. തായ്വാനോടൊരു ഫുൾ സ്കെയിൽ വാർ ഉണ്ടാവുകയാണെങ്കിൽ ജപ്പാനോ അമേരിക്കയോ എന്നതിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരു 3 മാസത്തെ ടൈം പീരീഡ് കൊണ്ട് ചൈനയ്ക്ക് തായ്വാനെ അവരുടെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. ഇനി അഥവാ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ കൂട്ടായ്മ ഇതിനകത്തിൽ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അല്പം കൂടെ മുന്നോട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി അവസാനം വിജയം ചൈനയ്ക്ക് തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് തായ്വാനും ചൈനയും തമ്മിൽ മാത്രമാണ് കോൺഫ്രണ്ടേഷൻ നടക്കുന്നതെങ്കിൽ 2-3 മാസത്തെ കാലയളവിൽ ചൈനയ്ക്ക് തായ്വാനെ ഡിഫീറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ചൈനയുടെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. ഇനി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ, ജപ്പാനും ഫിലിപ്പീൻസും വിയറ്റ്നാമും ഒക്കെ തന്നെ ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അല്പം കൂടെ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ അവസാനം വിജയം ചൈനയ്ക്ക് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ചൈനയുടെ ലക്ഷ്യം സൗത്ത് ചൈന സീയിലേക്കായിരിക്കും. തായ്വാനെ കോൺകർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചൈനയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ചൈന സീയിൽ സ്പ്രാറ്റ്ലി ഐലൻഡ്, ഈ പറഞ്ഞ സ്പ്രാറ്റ്ലി ഐലൻഡിന് സറൗണ്ടിങ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, അതായത് വിയറ്റ്നാം, ഈ പറഞ്ഞ ജപ്പാൻ, ഫിലിപ്പീൻസ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലെ ആർട്ടിക്കിൾ പറയുന്നത് 2030 ചൈന ഇതിനു വേണ്ടി ഫിക്സ് ചെയ്തിരിക്കുന്ന ഡെഡ് ലൈൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം 2030 ശേഷം ചൈന ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചൈനയുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സൗത്ത് ഏഷ്യൻ കൺട്രീസിലെ
ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ തായ്വാന് ശേഷം ചൈനയുടെ ഇരകളാകാൻ പോകുന്ന രാജ്യങ്ങൾ. അതായത് ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ജപ്പാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയിൽ നിന്നും പലതരത്തിലുള്ള പ്രകോപനങ്ങൾ സൗത്ത് ചൈന സീയിലും ഒക്കെ തന്നെ നേരിടുന്നുണ്ട്. ഇന്ത്യ നമ്മളുടെ അതിർത്തിയിലും പ്രകോപനങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ 2030 ആകുമ്പോഴത്തേക്ക് ചൈനയ്ക്ക് പസഫിക്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും തായ്വാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞ ചൈനയുടെ സൈനികപരമായിട്ടുള്ള പ്രകോപനങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേരിടാൻ സാധ്യതയുള്ള രാജ്യങ്ങളായിരിക്കും നമ്മൾ ഈ പറഞ്ഞ 2-3 രാജ്യങ്ങൾ: ജപ്പാൻ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം. പിന്നെ വരുന്നതാണ് സദേൺ ടിബറ്റ്. സദേൺ ടിബറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും തെറ്റിദ്ധരിക്കേണ്ട. 2035-40 കാലയളവിൽ അവർ ഇന്ത്യക്കെതിരെ തിരിയാനുള്ള അല്ലെങ്കിൽ ചൈന ഇന്ത്യയോട് യുദ്ധം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലും, അല്ലെങ്കിൽ ചൈനയുടെ വളരെ സീക്രട്ടീവായിട്ടുള്ള, സീക്രട്ട് മീൻസ് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില സമീപനങ്ങളുണ്ടല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും അവരുടെ ഈ പറഞ്ഞ കോൺഫറൻസ് അല്ലെങ്കിൽ ഈ റീജിയണൽ എക്സ്പാൻഷൻ നടത്തുന്നത്. അത് 2035, ഏകദേശം 2030 കാലയളവോടുകൂടി ഈ പറഞ്ഞ തായ്വാനെയും ജപ്പാൻ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഒരുപക്ഷെ ചൈനയ്ക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെ പൂർണ്ണമായിട്ടും ചൈനയുടെ അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിനുശേഷം ചൈനയുടെ ഫോക്കസ് ഇന്ത്യക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് 2035-40 കാലയളവിൽ എന്നാണ് പറയപ്പെടുന്നത്. അവരത് സദേൺ ടിബറ്റ് എന്നാണ് പറയുന്നത്. സദേൺ ടിബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന നമ്മളുടെ അരുണാചൽ പ്രദേശാണ് സദേൺ ടിബറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അരുണാചൽ പ്രദേശും ലഡാക്കിലും ഒക്കെ തന്നെ ചൈനയുടെ വൻതോതിലുള്ള ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനങ്ങൾ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നമുക്കറിയാം ഡോക്ലാം, പിന്നെ അതുപോലെ തന്നെ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിട്ടുള്ള സ്ക്രിമിഷ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു യുദ്ധത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുമായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് അറിയുന്ന ചില വാർത്തകൾ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈന ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭാവിയിലേക്ക് ഈ പറഞ്ഞൊരു കാലയളവിൽ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ അമേരിക്കയുമായിട്ട് തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻസ് വളരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ട്രംപിന്റെ ഈ സമീപകാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻസ് വളരെയധികം സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് കാരണം ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇൻഡോ പസഫിക്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടിയാണ്. കാരണം അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ ഇൻഡോ പസഫിക് ഓഷ്യനിൽ അല്ലെങ്കിൽ അവരുടെ മാരിടൈം സൂപ്രമസിക്ക് കോട്ടം തട്ടരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അവർ ക്വാഡ് ഉണ്ടാക്കിയതും. ഇന്ത്യൻ ഓഷ്യനിൽ വളരെ ശക്തമായിട്ടുള്ള നേവൽ പവർ ആയതുകൊണ്ട് ഇന്ത്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2 അല്ലെങ്കിൽ 2.5 ദശാബ്ദക്കാലമായിട്ട് ഇന്ത്യയുമായിട്ട് ഈ സൈനികപരമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ, റിലേഷൻസ് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ചൈനയാണ് അവരുടെ മെയിൻ ടാർഗറ്റ് എന്നത്. അപ്പോൾ ഇത് ചൈനയെ വളരെയധികം അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ഈ ഒരു ബോൺഹോമി അല്ലെങ്കിൽ ഈ പറഞ്ഞ കെട്ടിപ്പിടുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അത് US-ഉം അതുപോലെ തന്നെ യൂറോപ്പും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് US ആണ് ഇന്ത്യയായിട്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ തന്നെയും യൂറോപ്പ്, ഇപ്പോൾ ഫ്രാൻസ് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു രാജ്യമാണ്. ഫ്രാൻസ് നേറ്റോയിലുള്ളതാണ്. ഫ്രാൻസ് കോണ്ടിനെന്റൽ യൂറോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഡിഫൻസ് കേപ്പബിലിറ്റി, എയർഫോഴ്സിൻ്റെയും നേവിയുടെയൊക്കെ കേപ്പബിലിറ്റിക്ക് കൂടുതൽ നമുക്കത് എംപവർ ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം റഫേലിൻ്റെ ഒക്കെ വിഷയങ്ങൾ നമുക്കറിയാം. അപ്പം ഫ്രാൻസ് നമ്മളായിട്ട് കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂറോപ്പിനെ നമുക്കതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും അമേരിക്കക്കൊപ്പം തന്നെ. അപ്പോൾ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഇന്ത്യയുടെ ഈ കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചൈനയുടെ വളർന്നു വരുന്ന ഈ പറഞ്ഞ ഗ്രോയിങ് ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് മാരിടൈം ഏരിയയിലും
ഇൻ ഈ ഇൻഡോ ചൈനീസ് ബോർഡറിലും ഒക്കെ തന്നെ. അപ്പം അതിനെ നമുക്ക് ഫലപ്രദമായിട്ട് കൗണ്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കൊളാബറേഷൻസും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസ് ഒക്കെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇതിലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ പബ്ലിക്കായിട്ട് ചൈനയ്ക്കെതിരെ ഉള്ളൊരു കൂട്ടുകെട്ടായിട്ട് അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏഹ്, റഷ്യയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ റഷ്യക്ക് ഇന്ത്യയാണ് ആവശ്യം എന്ന് നമുക്ക് ഇപ്പോഴല്ല, ഭാവിയിൽ നമുക്കത് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളതിൽ യാതൊരു സംശയം. അവിടെ ഇന്ത്യ റഷ്യയും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെ പ്രഷർ സമ്മർദ്ദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് സ്ട്രെയിൻ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ചൈനയുടെ ഫോക്കസ് റഷ്യക്കെതിരെയും ഭാവിയിൽ തിരിയുമെന്നുള്ള കാര്യത്തിൽ റഷ്യക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. കാരണം റഷ്യയും ചൈനയും തമ്മിൽ ബോർഡർ ഇഷ്യൂസ് പണ്ട് മുതലേ ഉണ്ട്. അത് യുദ്ധത്തിൽ കൂടെ തന്നെ ആയിരിക്കും റിസോൾവ് ചെയ്യുന്നത്. ചൈന അവരുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി പൂർണ്ണമായിട്ടും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പറഞ്ഞ യുദ്ധങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പോകുന്ന ഒരു സാധ്യത ഉണ്ടാകുമെന്നാണ് നമുക്ക് പൊതുവെ ഉള്ള സ്ട്രാറ്റജിക് അനാലിസിസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2035-40 ചൈനയുടെ ഫോക്കസ് ഇന്ത്യക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പം വളരെ കാലമായിട്ട് ഇന്ത്യയെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെ നടന്നത്. പക്ഷേ ഇന്ത്യ അതിനെല്ലാം ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധിക്കുകയും അങ്ങനെ ഒരു എന്താണ് പറയുന്നത് ഡിസിൻറ്റഗ്രേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വിഭജിച്ചു പോകാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഇതുവരെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ സദേൺ ടിബറ്റ് എന്ന് പറയുന്ന നമ്മുടെ അരുണാചൽ പ്രദേശിൽ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ലഡാക്കിലും ഒക്കെ തന്നെ ഇന്ത്യക്കെതിരെ ചൈന അവരുടെ സൈന്യത്തെ വിന്യസിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയും ആ പ്രദേശങ്ങൾ നമുക്കറിയാം. ഇപ്പം നേരത്തെ നമുക്ക് വൺ ഫ്രണ്ട് വാർ മാത്രമേ ഉള്ളായിരുന്നു. എന്നുവെച്ചാൽ പാകിസ്ഥാനെ മാത്രം നമുക്ക് പ്രതിരോധിച്ചാൽ മതിയായിരുന്നു. ചൈനയുമായിട്ട് നമുക്ക് അത്ര ഊഷ്മളമായിട്ടുള്ള ബന്ധം എല്ലാവരും തന്നെയും ചൈനയുടെ ഭാഗത്തു നിന്ന് അത്രയും ഇപ്പോൾ നമ്മൾ കാണുന്ന അത്ര രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കുറേ കാലത്തിന് മുമ്പ് വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ വൺ ഫ്രണ്ട് വാർ പാകിസ്ഥാനെതിരെ മാത്രം. ഇപ്പം നമുക്ക് ടു ഫ്രണ്ട് വാറാണ് ശരിക്കും. അതായത് ചൈനയും പാകിസ്ഥാനും നമുക്ക് ഒരേ സമയം തന്നെ ഈ പറഞ്ഞ എന്താണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട്. പിന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ വന്നപ്പോൾ ത്രീ ഫ്രണ്ട് വാറായത് മാറിയിരിക്കുകയാണ് ദൃശ്യങ്ങൾ. എന്നുവെച്ചാൽ ഇന്ത്യക്ക് ഇന്ന് പാകിസ്ഥാനെ മാത്രമല്ല ചൈനയും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെ ഒരുമിച്ച് മൂന്ന് പിന്നെ ത്രീ ഫ്രണ്ട് എന്ന് പറയാം, മൂന്ന് തലത്തിൽ നമുക്ക് അവർക്ക് നേരിടണം. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും രാജ്യം യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളും കൊളാബറേറ്റ് ചെയ്യാൻ ഇപ്പം നമുക്കറിയാം നേരിട്ട് നമ്മളോട് യുദ്ധം ചെയ്യണമെന്നില്ല. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന പാകിസ്ഥാൻ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കണം. നമുക്കെതിരെ അവർ സൈനിക വിന്യാസം അല്ലെങ്കിൽ സൈനികപരമായിട്ട് അവർ ഇടപെട്ടില്ലെങ്കിൽ തന്നെയും പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുകയും ഇന്റലിജൻസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലോജിസ്റ്റിക്സും അങ്ങനെയൊക്കെ കൊടുക്കാം. ഇക്കണോമിക് ഹെൽപ്പ്, ഇതൊക്കെയാണല്ലോ ഹെൽപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പം നേരിട്ട് സൈന്യം ഇടപെടേണ്ട നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നത് ത്രീ ഫ്രണ്ട് വാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഫോക്കസ് മൊത്തം അങ്ങോട്ടാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ സൈനികപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി നമ്മുടെ ഭൂപ്രദേശങ്ങൾ അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ ലഡാക്ക് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ അവർക്ക് ഇൻവേഷൻ നടത്താൻ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ 2040-45 കാലഘട്ടത്തിൽ ഈ സെൻകാക്കു ഐലൻഡ്സ് അവരുടെ നാലാമത്തെ വാറാണ് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഈ രണ്ട് ദ്വീപുകളുണ്ട് സെൻകാക്കു, അത് ജപ്പാനാണ്. പിന്നെ ഒന്ന് ഒക്കിനാവ, ഈ രണ്ട് ദ്വീപുകളും ജപ്പാനാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ചൈന പറയുന്നത് അത് ചൈനയുടെ പ്രദേശമാണെന്നുള്ളതാണ്. അപ്പം ജപ്പാനെതിരെയും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് ദ്വീപുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ചൈന ശ്രമിക്കും. 2040-45 കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ ഈ പറഞ്ഞ യുദ്ധങ്ങൾ വൺ ബൈ വൺ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് നമുക്ക് പല റിപ്പോർട്ടുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്കയോ യൂറോപ്പോ റഷ്യ ഇതിനകത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 6 മാസം കൊണ്ട് ആ യുദ്ധങ്ങളൊക്കെ അവസാനിക്കും. പക്ഷേ അൾട്ടിമേറ്റ് വിക്ടറി അല്ലെങ്കിൽ അവസാനം വിജയം കൈവരിക്കുന്നത് ചൈന തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ റിപ്പോർട്ട് നമ്മൾക്ക് എന്താണ് പറയുന്നത് മനസ്സിലാക്കി തന്ന കാര്യം. ഇത് പ്രായോഗികമായിട്ട് എത്രത്തോളം വരുമെന്ന് നമുക്ക് കണ്ടുവരണം. പക്ഷേ ഇതെല്ലാം പ്രൊവോക്കേറ്റീവായിട്ടുള്ള ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രൊവോക്കേഷൻ ഈ രാജ്യങ്ങളെല്ലാം തന്നെ, നമുക്ക് ഇന്ത്യയുടെ കാര്യം നമുക്കറിയാം, തായ്വാന്റെ കാര്യം അറിയാം,
സൗത്ത് ചൈന സീയില് ഫിലിപ്പീൻസിന്റെയും വിയറ്റ്നാമിന്റെയും ഒക്കെ തന്നെ അനുഭവങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് ദ്വീപുകളുടെ കാര്യത്തിൽ ജപ്പാനായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രൊവോക്കേഷൻ ഉണ്ട്. അപ്പോൾ പ്രൊവോക്കേഷൻ ഭാവിയിൽ ചൈന ഒരുപക്ഷെ ഇപ്പോൾ അവരുടെ മിലിറ്ററിയെ പൂർണ്ണമായിട്ടും അവർക്ക് ഒരു മോഡേൺ മിലിറ്ററി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി 2030 അവർ അവരുടെ മോഡേണൈസേഷൻ ഒക്കെ ഫിനിഷ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇതുപോലെ യുദ്ധം ചെയ്യുവാനും അമേരിക്കയെ പോലുള്ള രാജ്യത്തിനെ അവർക്ക് നേരിടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആയി മാറിക്കഴിഞ്ഞാലാണ് അവർ ഈ പറഞ്ഞ ഒരു എന്താണ് പറയുന്നത് മിഷനിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ യുദ്ധത്തിലേക്ക് അവർ തുടക്കം കുറിക്കുവാൻ സാധ്യതയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ചൈന എന്തുകൊണ്ട് തായ്വാനെ അറ്റാക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ മിലിറ്ററി മോഡേണൈസേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. മിലിറ്ററി മോഡേണൈസേഷൻ കഴിഞ്ഞാൽ അവർ ലോകത്തിലെ അമേരിക്കൻ മിലിറ്ററിയോട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വരുമ്പോൾ, ഏകദേശം 2030 അത് അവരുടെ ആ ഒരു വലിയൊരു മിഷൻ അവർക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും അവർ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ പതുക്കെ എന്താണ് പറയുന്നത് ചൊറിയാൻ സാധ്യതയുണ്ട്. പിന്നെ 2045-50 ഔട്ടർ മംഗോളിയയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മംഗോളിയ അവരുടെ അയൽ രാജ്യമാണ്. അപ്പോൾ അതൊക്കെ പഴയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചൈന ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുവാൻ മുതിരുന്നത്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് റഷ്യയോടുള്ള യുദ്ധത്തിന് വേണ്ടി ചൈന തയ്യാറാകാൻ സാധ്യതയുള്ളത്. 2055-60 കാലഘട്ടം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന പറയുന്നത് ഈ ഇതിനകത്തിലെ ഈ 6 യുദ്ധത്തിൽ ഏറ്റവും അവസാനത്തെ യുദ്ധം റഷ്യക്കെതിരെ ആയിരിക്കും. ചൈന ചൈനയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ചൈനയുടെ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചിട്ടുണ്ടെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അവിടെ തിരിച്ച് റഷ്യക്ക് ആ ഭാഗങ്ങൾ തിരിച്ച് ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏകദേശം 1.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ റഷ്യൻ എംപയറിന് വേണ്ടി 19-ാം നൂറ്റാണ്ടിൽ, എന്നുവെച്ചാൽ റഷ്യ അത് പിടിച്ചടക്കിയിട്ടുണ്ട് എന്നാണ് ചൈന പറയുന്നത്. അപ്പോൾ ആ ഒരു റഷ്യ പിടിച്ചടക്കിയ ഈ ഭാഗങ്ങൾ, ഈ പറഞ്ഞ 1.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ തിരിച്ചു പിടിക്കാൻ വേണ്ടി റഷ്യയുമായിട്ട് ചൈന യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നോർത്ത് ഈസ്റ്റിലും നോർത്ത് വെസ്റ്റ് ഏഷ്യയിലും ഒക്കെ തന്നെയാണ് ഈ റീജിയൻസ്. അപ്പോൾ അത് ചൈനയിലെ പണ്ട് കിങ് ഡിനാസ്റ്റി അധികാരത്തിലുള്ള സമയത്താണ്. അന്ന് ചൈന വളരെ ദുർബലമായിരുന്നു. അവരുടെ ഓപ്പിയം വാറും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ചൈന വളരെ ദുർബലമായിരുന്നു. ഈ സമയത്ത് റഷ്യ അവരോട് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് റഷ്യയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി 2055-60 കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ റഷ്യയുമായിട്ട് യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് മാറുകയാണെങ്കിൽ, നമുക്ക് അന്നത്തെ ജിയോ പൊളിറ്റിക്സ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ റഷ്യയും അമേരിക്കയും ഇന്ത്യയും ഒക്കെ കൂടെ ആയിരിക്കാം ഒരു എന്താണ് കൂട്ടുകെട്ട്, ചൈനയ്ക്കെതിരെ അണിനിരക്കുന്ന കൂട്ടുകെട്ട് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഹൈപ്പോത്തിക്കേഷൻ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ അത് അസ്യൂം ചെയ്യാവുന്ന കാര്യമാണ്. എന്തായാലും റഷ്യയുടെ ഭാഗത്തുനിന്ന് ചൈനയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റഷ്യക്കെതിരെ ഒഴിച്ച് ബാക്കി ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ പ്രകോപനങ്ങൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ഈ പറഞ്ഞ 2030 ശേഷം 2030 ശേഷം ഈ പറഞ്ഞ 2035 2040 വരെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് ഒരു ബോർഡർ കോൺഫ്ലിക്റ്റ് നേരിട്ട് ചൈന ഉണ്ടാകുവാനോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ ശ്രദ്ധ പാകിസ്ഥാനുമായിട്ട് നമ്മൾ കേന്ദ്രീകരിക്കുന്ന സമയത്ത് അരുണാചൽ പ്രദേശും ലഡാക്കും ഒക്കെ തന്നെ യുദ്ധം ചെയ്ത് ചൈനയുടെ സ്വന്തമാക്കാനുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ പദ്ധതി, സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പദ്ധതി ചൈനയ്ക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ പിന്നെ ഇന്ത്യയുടെ ആയുധവൽക്കരണം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പഴയതിനേക്കാൾ കൂടുതൽ, എന്നുവെച്ചാൽ പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് ആയുധവൽക്കരണം നടക്കുന്നുണ്ട്. വൻതോതിൽ ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത് പര്യാപ്തമായിട്ടില്ല, എന്നിരുന്നാൽ തന്നെയും സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ആയുധം നമുക്ക് സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ റഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ്, അമേരിക്ക, പിന്നെ ജർമ്മനിയായിട്ടൊക്കെ ഈ സബ്മറൈൻസിലുള്ള കൊളാബറേഷനൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി UAE-യുമായിട്ട് നമ്മൾ മിലിറ്ററി ഈ പറഞ്ഞ മാനുഫാക്ചറിങ്ങിലുള്ള കൊളാബറേഷൻ,
അപ്പോൾ ഇങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ആയുധവൽക്കരണം വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ ദ്രുതഗതിയിൽ വ്യാപകമായിട്ട് ഗണ്യമായ തോതിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരുപക്ഷെ വിരൽ ചൂണ്ടുന്നത് നമ്മൾ ഭാവിയിൽ ചൈനയിൽ നിന്നും ഉണ്ടാകുന്ന ഈ പറഞ്ഞ പ്രകോപനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കരുതുക. നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടാണ്. ചൈനയെ സംബന്ധിച്ച് അവർ ഇങ്ങനൊരു അഡ്വഞ്ചറിനോ അല്ലെങ്കിൽ മിസ്അഡ്വഞ്ചറിനോ മുതിരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മളെ ജിയോ പൊളിറ്റിക്കലി, കാരണം ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യം അവർക്ക് മുൻപന്തിയിലേക്ക് ഇപ്പം 2047 അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള രാജ്യമായി മാറുക എന്നുള്ളതാണ് ചൈനയുടെ 100 ഇയർ മാരത്തോൺ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ എന്നുവെച്ചാൽ ഈ 2049 അല്ലേ, 2049 100 ഇയർ മാരത്തോൺ. 1949 ചൈന ഏഹ്, ഉണ്ടായ സമയം മുതൽ 100 വർഷം 2049 ആകുമ്പോഴത്തേക്കും അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ നമ്പർ വൺ സൂപ്പർ പവർ ആകുക എന്നുള്ളതാണ് ചൈനയുടെ അംബീഷൻ എന്നാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൂപ്രമസി അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ യുദ്ധത്തിൽ ഏർപ്പെടുകയും യുദ്ധം ചെയ്ത് പല രാജ്യങ്ങളെ അവർക്ക് കോൺകർ ചെയ്ത് അവരുടെ ഈ പറഞ്ഞ ഭാഗമാക്കി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്താൽ മാത്രമേ, കാരണം അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അവരുടെ എല്ലാം നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ യുദ്ധം ചെയ്താൽ മാത്രമേ എംപയർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സാമ്രാജ്യം ഉണ്ടാക്കാനും അവരുടെ ഈ പറഞ്ഞ അപ്രമാദിത്യം നിലനിർത്താനൊക്കെ തന്നെ ഹെജിമോണി നിലനിർത്താനൊക്കെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന യുദ്ധം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ലോകത്തിന്റെ എന്താണ് നമ്പർ വൺ സൂപ്പർ പവറായി മാറുക എന്നുള്ള ഒരു കാരണം വെറുതെ സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളൊരു നിലയിൽ മാത്രം ഒരു രാജ്യത്തിന് നമ്മൾ ജിയോ പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പം ഒരു സൂപ്പർ പവർ സ്റ്റേറ്റസ് കിട്ടത്തില്ല. കാരണം അവർക്ക് തീർച്ചയായിട്ടും യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധം ചെയ്ത് മറ്റു പല രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയും അവരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുകയൊക്കെ തന്നെ ചെയ്യേണ്ട ആവശ്യകത വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചൈനയ്ക്ക് അല്ല, ഇപ്പം ഏത് രാജ്യത്തിനായാലും, ഇന്ത്യക്കായാലും ഭാവിയിൽ ഒരു വലിയൊരു ലോകത്തിലെ നമ്പർ വൺ രാജ്യമായിട്ട് ഇന്ത്യ മാറുവാണെങ്കിൽ മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും ഇതുപോലുള്ള പ്രോസസ്സിൽ കൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ ജിയോ പൊളിറ്റിക്സ് പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ കാര്യത്തിലായാലും ബ്രിട്ടന്റെ കാര്യത്തിലായാലും റഷ്യയുടെ കാര്യത്തിലായാലും പണ്ട് ജപ്പാനീസ് എംപയർ, കാരണം ഈ പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളിലെല്ലാം അവർ യുദ്ധം ചെയ്ത് റഷ്യയായിട്ടും അല്ലെങ്കിൽ ചൈനയായിട്ടും ഒക്കെ തന്നെ അവർ യുദ്ധം ചെയ്ത് അവരുടെ ഭാഗമാക്കി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്കും ഈ സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ പിന്തുടർന്നാൽ മാത്രമേ ലോകത്തിന്റെ സൂപ്പർ പവറായിട്ടുള്ള ഒരു രാജ്യമായി അവർക്ക് മാറുവാനും അത് നിലനിർത്താൻ അവർക്ക് സാധിക്കത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് കുറെ കാലഘട്ടം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ചൈന യുദ്ധം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് തായ്വാനിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. പിന്നെ പതുക്കെ പതുക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം അവര് പ്രൊവോക്ക് ചെയ്ത് യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയും ഈ രാജ്യങ്ങൾ, കാരണം വിയറ്റ്നാം ആയാലും ഫിലിപ്പീൻസ് ആയാലും ജപ്പാനായാലും ഒറ്റയ്ക്ക് ചൈനയുമായിട്ട് കൊമ്പ് കോർക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ഏഷ്യയിൽ പ്രത്യേകിച്ച് റഷ്യയുമായിട്ട് പ്രത്യക്ഷമായിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ചൈനയെ കൗണ്ടർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പറയും ഈ പറഞ്ഞ ചെറിയ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയുടെ ആക്രമണത്തിന് വിധേയമാകുകയാണെങ്കിൽ വളരെ 1, 2, 3 അല്ലെങ്കിൽ മാക്സിമം 6 മാസ യുദ്ധത്തിന്റെ കാലയളവിനുള്ളിൽ അവർക്ക് ഈ പറഞ്ഞ ചൈനയ്ക്ക് കീഴടങ്ങേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതാണ് ചൈനയുടെ ഒരു അംബീഷൻ, ഇതാണ് ചൈനയുടെ ഒരു പ്ലാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ 2030 ശേഷം തീർച്ചയായിട്ടും എന്തായാലും പല റിപ്പോർട്ടുകളിൽ കൂടെ അല്ലെങ്കിൽ പല ഇന്റലിജൻസ് എന്താ പറയുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ചൈനയുടെ യുദ്ധത്തിന്റെ ഒരു കാലാവധി അല്ലെങ്കിൽ കാലയളവ് 2030 ശേഷം ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്ര നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.